മാന്യ പ്രേക്ഷകർക്ക് കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇത് കുംഭമാസം, കിഴങ്ങ് വർഗ്ഗവിളകളുടെ നടീൽക്കാലം. കുംഭത്തിൽ ചേന നട്ടാൽ കുടം പോലെ. ഇതൊരു വീഴ്വാക്കോ ഒരു പഴഞ്ചൊല്ലോ മാത്രമല്ല, ഒരു പരമപ്രധാനമായൊരു കാര്യമാണ്. ആ ഒരു കാലാവസ്ഥയിൽ നടീൽക്കാലത്ത് വരുന്നൊരു മാറ്റം തീർച്ചയായും വിളവിനെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും എന്നുള്ളതൊരു സ്ഥായിയായ യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മുടെ വിഷയമെന്ന് പറയുന്നത് കിഴങ്ങ് വർഗ്ഗ വിളകൾ, അതിൻ്റെ പ്രാധാന്യം, കേരളത്തിലെ പല പ്രധാനപ്പെട്ട കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്കും എങ്ങനെ ഈ കിഴങ്ങ് വർഗ്ഗ വിളകളുടെ വ്യാപനം കൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയും. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് വളരെ തിളക്കമാർന്നൊരു വ്യക്തിത്വമാണ്. നമ്മുടെ കേന്ദ്ര കിഴങ്ങ് വർഗ്ഗ ഗവേഷണ സ്ഥാപനം CTCRA ശ്രീകാര്യത്തെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റും നല്ലൊരു മണ്ണ് ശാസ്ത്രജ്ഞയും, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2014 ഇൻ്റർനാഷണൽ പൊട്ടാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും അതുപോലെ തന്നെ ഫെർട്ടിലൈസർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും സംയുക്തമായി ഏർപ്പെടുത്തിയ തിളക്കമാർന്ന ഒരു അവാർഡിൻ്റെ ജേതാവും കൂടിയാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഗവേഷണ ജീവിതവും അതുപോലെ കർഷകരുമായിട്ടുള്ള കൃഷി വിജ്ഞാന വ്യാപനത്തിൻ്റെയും ഭാഗമായി മാഡത്തിനെ തേടിയെത്തിയ ഒരു അവാർഡ് മാഡത്തിൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും വളരെ തിളക്കമാർന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് വളരെ ഭാഗ്യമായി കരുതുന്നു. കർഷകർക്ക് തീർച്ചയായും ഈ കിഴങ്ങ് വർഗ്ഗ വിളകളെക്കുറിച്ച് തീർച്ചയായും ചോദിക്കാനുണ്ടാവും. നിങ്ങളുടെ ചോദ്യങ്ങൾ ചുരുങ്ങിയ വാക്കിൽ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നും പേരും വെളിപ്പെടുത്തിയതിന് ശേഷം ചോദിക്കാം. നമ്മുടെ വിശിഷ്ട വ്യക്തിയുടെ പേര് ഡോക്ടർ സൂസൻ ജോൺ. നമുക്ക് ചർച്ചയിലേക്ക് മാഡത്തെ സ്വാഗതം ചെയ്യാം. മാഡം, കേരളത്തിൽ കിഴങ്ങ് വർഗ്ഗ വിളകളുടെ പ്രസക്തി എത്ര കണ്ട് കിഴങ്ങ് വർഗ്ഗ വിളകളുടെ കൃഷി കേരളത്തിൽ പ്രസക്തമാവുകയാണിപ്പോൾ? നമുക്കെല്ലാം അറിയാമല്ലോ, അരി കഴിഞ്ഞാൽ നമ്മൾ പ്രചാരം നേടിയൊരു വിളയാണ് കിഴങ്ങ് വർഗ്ഗ വിളകൾ. മരച്ചീനിയല്ലേ, ചേന, കാച്ചിൽ കൃഷി ചെയ്യാത്ത ഒരു വീട് പോലും നമ്മുടെ നാട്ടിലില്ല. എല്ലായിടവും കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. പക്ഷേ ഈ വിളകൾ ഇപ്പം ഈ കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇതിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. അത് നമുക്കെല്ലാം അറിയാം. അപ്പം ഈ മരച്ചീനിയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിള എന്നുള്ള രീതിയിൽ നമ്മൾ കൃഷി ചെയ്തു വരുന്നത്. പക്ഷേ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിയൊന്നും നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയില്ല. നമ്മളിപ്പോഴും ആഹാരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് മരച്ചീനി കൃഷി ചെയ്തു വരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിളയെന്ന് പറയുന്നത് ചേന തന്നെയാണ്. ചേന നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സീസണിലും നമുക്ക് കൃഷി ചെയ്ത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ്. അത് കഴിഞ്ഞെടുത്തത് കാച്ചിൽ തന്നെ 3 തരത്തിലുള്ള കാച്ചിലുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാമോ എന്നറിയത്തില്ല. നാടൻ കാച്ചിൽ, പിന്നെ ആഫ്രിക്കൻ കാച്ചിൽ, പിന്നെ ചെറുകിഴങ്ങ്, നനകിഴങ്ങ് എന്ന് പറയും. ഇതിനൊക്കെ ഒത്തിരി മെഡിസിനൽ വാല്യൂവും ഒത്തിരി വലിയ വലിയ ഗുണങ്ങളുണ്ട്. അതെല്ലാം കൃഷിക്കാരിൽ നമ്മൾ പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് ഇതുപോലുള്ള മാധ്യമങ്ങൾ വഴി. അതുപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ചേമ്പ് ഇപ്പം ശീമച്ചേമ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു പാൽച്ചേമ്പ്, വെട്ടുചേമ്പ്, പല പേരുകളിൽ അറിയപ്പെടും. അതിന് തന്നെ ഇപ്പോൾ 70 രൂപ, ഈവൻ 150 രൂപ വരെയൊക്കെ ചില സമയത്ത് ഓണമൊക്കെ എടുക്കുമ്പോഴത്തേന് അത് മാർക്കറ്റിൽ കിട്ടാൻ വളരെ പ്രയാസം ആ സമയത്ത്. അതുപോലെ തന്നെ കൂവക്കിഴങ്ങ്, അതിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായം ചെന്നവർക്കും ഒക്കെ പറ്റിയ ഒരു ആഹാരം. ചോദിച്ചോട്ടെ മാഡം, നമുക്ക് ഇപ്പം അന്നജം ആണ് പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യ ഭക്ഷണത്തിൻ്റെ ധാരയിൽ വരുമ്പോഴത്തേക്കും ഇപ്പം നെല്ലായാലും ശരി, ഗോതമ്പായാലും ശരി, അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അന്നജമാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഉപമുഖ്യ ഭക്ഷ്യ വിളയായിട്ട്, ഒരു സബ്സിഡിയറി ക്രോപ്പായിട്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ഒരു സ്ഥാനം കണ്ടിരിക്കുന്നത്. എത്രത്തോളം ഇത് തമ്മിൽ, നെല്ലും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗ വിളകളുടെ ഒരു സ്റ്റാർച്ചും, എനിക്കതിൻ്റെ അകത്തൊരു പോഷക പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം ഉൾപ്പെടെ ആരോഗ്യപ്രദമായിട്ട് എങ്ങനെ നമുക്കതിനെ വിലയിരുത്താൻ കഴിയും? ശരിക്കും പറഞ്ഞാൽ മരച്ചീനി നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് വിശാഖം തിരുനാൾ മഹാരാജാവ് അന്ന് ആ ക്ഷാമം ഉണ്ടായ സമയത്ത്, അപ്പോൾ അന്ന് കൊണ്ടുവരുമ്പം നെല്ലിന് ഒരു പകരക്കാരൻ എന്നുള്ള രീതിയിലൊന്നും അല്ല. അന്ന് അരി കിട്ടാതിരുന്ന സമയത്ത് മരച്ചീനി കൊണ്ടുവന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പിന്നെ നടത്തിയ ഗവേഷണങ്ങൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നെല്ലിലടങ്ങിയിരിക്കുന്ന അതേ അളവിൽ ഊർജ്ജം, നമ്മളിപ്പോൾ അരിയാഹാരം കഴിക്കുന്നത് പ്രധാനമായിട്ടും ഊർജ്ജം കിട്ടാനാണ്. അപ്പോൾ അതേ അളവിൽ തന്നെ മരച്ചീനിയിൽ ഊർജ്ജം അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് 121 മെഗാ ജൂൾസ് പെർ ഹെക്ടർ പെർ ഡേ. അപ്പോൾ ഗോതമ്പിലാണെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതലുണ്ട്, 132. അതുപോലെ നമ്മൾ പല കിഴങ്ങ് വർഗ്ഗ വിളകളും മറ്റുള്ള മെയിൻ വിളകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പം മെയ്സ്, ചോളവും മധുരക്കിഴങ്ങിലും ഏകദേശം ഒരേ അളവിലാണ് അന്നജം അടങ്ങിയിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്കിപ്പം അരി കിട്ടാനില്ല അല്ലെങ്കിൽ ഗോതമ്പ് കിട്ടാനില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഊർജ്ജത്തിൻ്റെ ഒരു ഉറവിടമായിട്ട് മരച്ചീനിയെ നമുക്ക് കരുതാം എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ടത് ഊർജ്ജം. അത് കഴിഞ്ഞടുത്ത പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മാംസ്യം കിഴങ്ങുകളിലൊക്കെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് മരച്ചീനിലും മധുരക്കിഴങ്ങിലൊന്നും പ്രോട്ടീൻ വലുതായിട്ടില്ല. പക്ഷേ കാച്ചിലും ചേമ്പിലും
പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതൽ. അത് 2.3 മുതൽ 3.2% വരെയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇലകളിലുള്ള പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലാണ് ഇതിൻ്റെ എല്ലാം. അപ്പം നമ്മുടെ നാടൊഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ, അതായത് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സ്റ്റേറ്റ് ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കൂർക്കയുടെയും കാച്ചിലിൻ്റെ ഇല ഒഴിച്ച് ബാക്കി എല്ലാ ഇലകളും, അതായത് മധുരക്കിഴങ്ങിൻ്റെ ഇല, ചേമ്പിൻ്റെ ഇല, ഇതൊക്കെ ഒരു ഇലക്കറിയായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത് പ്രോട്ടീൻ ഉണ്ടെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ ധാതു ലവണങ്ങൾ വളരെ അധികം, കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, പൊട്ടാസ്യം, ഈ 4 മൂലകങ്ങൾ നമ്മുടെ ശരീരത്തിന് ഒത്തിരി ആവശ്യമുള്ളത്. അപ്പോൾ അതെല്ലാം ഇതിനകത്തുണ്ട്. അത് കഴിഞ്ഞ് ഫാറ്റ്, അതായത് കൊഴുപ്പ് ഏറ്റവും കുറഞ്ഞതാണ് കിഴങ്ങുവർഗ്ഗ വിളകൾ. 0.1 മുതൽ 0.3% വരെ കൊഴുപ്പടങ്ങിയിട്ടുള്ളൂ. പണ്ടേ നമ്മുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രത്യേകിച്ചും കിഴങ്ങ് വർഗ്ഗ വിളകൾ, മരിച്ചീനി പോലെ അത് കഴിച്ചാൽ ഒരുപാട് വണ്ണം വയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് അല്ല, കാരണം ഫൈബർ, നമ്മുടെ വണ്ണം വെക്കുക എന്ന് പറയുക ഫൈബർ നമ്മുടെ ഈ കിഴങ്ങ് വർഗ്ഗ വിളകളിലെല്ലാം നല്ല അളവിലുണ്ട്. 0.5 മുതൽ 3% വരെയാണ് നാരിൻ്റെ അംശം. അപ്പം ഈ നാരിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ കിഴങ്ങുവർഗ്ഗ വിളകളൊന്നും കഴിച്ചാൽ തന്നെ വണ്ണമൊന്നും വെക്കത്തില്ല. അതൊക്കെ ആളുകൾക്കുള്ള ഒരു തെറ്റായ ധാരണയാണ്. അപ്പോൾ ഇതൊക്കെ ഗവേഷണം നടത്തി നമ്മൾ കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഒരു ആൻറ്റി ഓക്സിഡൻസ്, അല്ലെങ്കിൽ ഈ നിരോക്സീകാരകങ്ങൾ, അത് ഒത്തിരിയുള്ള വിളകളാണ് മരച്ചീനി. ഈവൻ ഷുഗറിനെ കുറയ്ക്കാൻ, നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാൻ വരെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് കഴിവുണ്ടെന്നുള്ളത്. അത് കാച്ചിലും ചേമ്പ്, നമ്മളിപ്പോൾ അറിയാമല്ലോ, ഈ കാച്ചിലും ചേമ്പും കഴിവുമ്പോൾ ഒരുമാതിരി കൊഴുകൊഴാന്നൊരു ദ്രാവകം വരും. തൊലി ചെത്തി കളഞ്ഞ് നമ്മൾ കഴിവുമ്പോൾ ആ വെള്ളം ഒരുമാതിരി കുറുകുറാന്നിരിക്കും, ഒരു സ്ലൈമി ആയിട്ട്. അപ്പോൾ അതിനകത്തുള്ള ഈ മ്യൂസിലേജിന് രക്തത്തിലെ ഷുഗറിൻ്റെ, അതായത് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വരെ കഴിവുണ്ടെന്നുള്ളതാണ് ഗവേഷണം തെളിയിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന 4 പ്രധാനപ്പെട്ട നിരോക്സീകാരകങ്ങളുണ്ട്. അതെന്ന് പറയുന്ന ഒന്ന് ആൽക്കലോയിഡ്, ഇപ്പം കാച്ചിലടങ്ങിയിരിക്കുന്ന ഡയോസ്ജനിൻ എന്ന് പറഞ്ഞൊരു ആൽക്കലോയിഡ്. അതുപോലെ തന്നെ മധുരക്കിഴങ്ങിലും മറ്റും അടങ്ങിയിരിക്കുന്നത് കരോട്ടിൻ, ആന്തോസയാനിൻ. ഈ മധുരക്കിഴങ്ങിൻ്റെ ഇലയിൽ തന്നെയാണ് ഈ ആന്തോസയാനിൻ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഫ്ലഷ്, അതിൻ്റെ മാംസത്തിൽ, അതൊക്കെ നല്ല നിരോക്സീകാരകങ്ങളാണ്. അതുപോലെ തന്നെ ഫീനോള്, ചേനയിൽ, കാച്ചിലിൽ, അതുപോലെ കൂർക്കയെ കുറിച്ച് നിങ്ങൾ പറയുവാണെങ്കിൽ നമുക്കെല്ലാം ഇഷ്ടമുള്ള ഒരു പച്ചക്കറിയല്ലേ കൂർക്ക എന്ന് പറയുന്നത്. അപ്പോൾ ആ കൂർക്കയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ട് കഴിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് വയസ്സാകുന്നത് ആൻറ്റി ഏജിങ് ആണ്. അത്രത്തോളം അതിനകത്തുള്ള വിളകളാണ്. അപ്പോൾ ഇത്രത്തോളം ഗുണങ്ങളുള്ളതാണ്. ഇപ്പോൾ ഈ എനർജി, ഊർജം എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു പ്രാധാന്യം. പക്ഷെ അത് കൂടുതൽ ഗവേഷണം നടത്തി നമ്മൾ കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രാധാന്യവും ഈ കിഴങ്ങുവർഗ്ഗ വിളകൾക്കെല്ലാം തന്നെ ഉണ്ട്. അതൊന്നും ആർക്കും അറിയത്തില്ല. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇത് സാധാരണ മനുഷ്യരിൽ, ഞാൻ അടക്കമുള്ള ആൾക്കാരിൽ നമുക്ക് നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു ഇത്, മരിച്ചീനിയിൽ ഒരു കട്ടുണ്ട്, അതിനൊരു കയ്പുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ കന്നുകുട്ടിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കിറങ്ങി വീഴും, അല്ലെങ്കിൽ ചിലപ്പം ചെറിയ കുട്ടിയാണെങ്കിൽ ചത്തുപോകും. അപ്പം അങ്ങനെ ഇത്രയും പോഷക ഘടകങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടും നമുക്ക് വിഷം രൂപത്തിലുള്ള പല സാധനങ്ങളും അതിനകത്തുണ്ടെന്നും ഒരു അത് എത്ര കണ്ട് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കട്ടെന്ന് പറയുന്നത്, അതൊരു കയ്പ്, മരച്ചീനി കിഴങ്ങിനുണ്ടാകുന്ന കയ്പ് എന്ന് പറഞ്ഞൊരു സയനോജനിക് ഗ്ലൂക്കോസൈഡ് എന്ന് പറയും. നമുക്കറിയാലോ, സയനോജൻ നമ്മൾ കേട്ടിട്ടുണ്ട്, പൊട്ടാസ്യം സയനൈഡ് എന്ന് കേട്ടിട്ടുണ്ട്, ഒരു വിഷം പോലെ, ഉഗ്രവിഷമാണ്. അപ്പോൾ അതുപോലൊരു സാധനം തന്നെയാണ് ഈ സയനോജനിക് ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്ന ഈ സാധനം. അതിനൊരു ലിമിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം കിഴങ്ങിലാണെങ്കിൽ 50 ppm വരെ വരുന്നത് നമുക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അതിന് മേളിലാവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു കയ്പുള്ള മരച്ചീനി നമ്മൾ പറയത്തുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കയ്പുള്ള മരച്ചീനി ആണെങ്കിൽ പോലും നമ്മളത് വേവിക്കുന്ന സമയത്ത് അതിനെ തുറന്നു വെച്ച് വേവിച്ചാൽ മതി. അതിനെ പാത്രം അടയ്ക്കാതെ വേവിച്ച് കഴിയുമ്പോൾ ഇതൊരു ഗ്യാസാണ്, ഇതും ഗ്യാസായിട്ട് അങ്ങ് പോയിക്കൊള്ളും. അതുപോലെ ആശ ചോദിച്ച വേറൊരു കാര്യമുണ്ട്, ഇലയുടെ കാര്യം, കന്നുകുട്ടിക്ക് കൊടുക്കുന്ന. അപ്പം ഈ കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാളും കൂടുതൽ അളവിലാണ് ഇല അടങ്ങിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പശുക്കൾക്കോ കുട്ടികൾക്കോ ഒക്കെ കൊടുക്കുമ്പോൾ അത് തല കറങ്ങി അതിന് ഒരുമാതിരി ഒരു ബോധക്ഷയം പോലെ വരുമെന്ന് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് തണലത്തിട്ട് ഉണക്കിയിട്ട് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അന്നേരം എന്ത് പറ്റും, ഈ സൈനോജന് അതങ്ങ് ആവിയായിട്ട് പോവുകയും അതുപോലെ തന്നെ വലിയ പ്രശ്നമില്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിൽ തന്നെ മരച്ചീനിയിലുള്ള ഒരു ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടറാണ് ഈ സൈനോജൻ എന്ന് പറയുന്നത്. മരച്ചീനിയിൽ മാത്രമേ ഇത്രയുള്ള ഒരു ആൻറ്റി ന്യൂട്രീഷണൽ കിഴങ്ങുവർഗ്ഗവിളകളിലൊന്നും ഇതുപോലെ പ്രശ്നം. നമുക്ക് തിരിച്ചു മടങ്ങി വരാം. ഒരു കോളുണ്ട്. ഹലോ ഹലോ, ചോദിക്കാം, പേര് പറയാമോ? പേര് സിന്ധു എന്നാണ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുകയാണ്. ഓക്കെ സിന്ധു, ചോദിക്കാം. അതായത് ഞങ്ങള് ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ അപ്പാർട്ട്മെന്റ് കൾച്ചർ അല്ലേ,
അപ്പൊ ഇവിടെ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് എത്ര സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ഈ പ്ലാസ്റ്റിക് ബാഗുകളിലും മറ്റും കൃഷി ചെയ്യാൻ. ഹലോ ഹലോ സിന്ധു കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. അതായത് നമ്മള് ചോദ്യം എനിക്ക് മനസ്സിലായി. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം കിഴങ്ങ് വർഗ്ഗ വിളകൾ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലേ? അതെ അതെ അതെ. സിന്ധുവിൻ്റെ ചോദ്യത്തിൻ്റെ നല്ല ചോദ്യം സിന്ധു ചോദിച്ചത്. കാരണം ഇപ്പം ബാംഗ്ലൂരിൽ മാത്രമല്ല തിരുവനന്തപുരത്തായാലും നമ്മൾ കൂടുതൽ അപ്പാർട്ട്മെന്റ്സില്ല. അപ്പം അതിന് പറ്റിയ ഇപ്പം കാച്ചിലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത് സിന്ധു കേട്ട് കാണുമല്ലോ അല്ലേ? അപ്പോൾ ഈ കാച്ചിൽ നമ്മുടെ കേന്ദ്ര കിഴങ്ങുവർഗ്ഗ ഗവേഷണ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള ഒരു കുറ്റിക്കാച്ചിലുണ്ട്. അതിൻ്റെ പേര് ശ്രീധന്യ എന്നാണ്. ഈ കുറ്റിക്കാച്ചിൽ നമുക്ക് ഈ ഗ്രോ ബാഗ് നിങ്ങൾ ഈ പറയുന്നവരുള്ള ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വളർത്തിയാൽ ഒരു 250 ഗ്രാം നമ്മൾ പ്ലാന്റിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ച് നമുക്ക് 3 മുതൽ 5 കിലോ വരെ അതിൽ നിന്ന് കിട്ടി ഈ ഗ്രോ ബാഗിൽ നിന്ന്. അപ്പോൾ അത് ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റിൽ കൃഷി ചെയ്യാം. ഒന്നാമത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ശ്രീധന്യ എന്നാണ് ഇതിന്റെ പിന്നെ പ്ലാന്റിംഗ് മെറ്റീരിയൽ. അത് നമ്മുടെ CTCRI നമ്മുടെ ശ്രീകാര്യത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ബന്ധപ്പെട്ടാൽ ഇവിടെ അടുത്തുള്ള കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത് അത്രത്തോളം നമ്മൾ വ്യാപിപ്പിച്ചിട്ടില്ല കേരളത്തിന് പുറത്ത്. അപ്പൊ സിന്ധു ഇവിടവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. പിന്നെ അതുപോലെ മധുരക്കിഴങ്ങ് അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വിളയാണ്. പിന്നെ കൂർക്ക. ഈ 3 എണ്ണവും ഈ പറഞ്ഞതുപോലെ ഇത് 3 നമ്മുടെ പോഷക മൂല്യമുള്ള കിഴങ്ങുവർഗ്ഗ വിളകളാണ്. അത് പരീക്ഷിച്ച് നോക്കുകയും വേണം. ഓക്കെ മാഡം. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ അത് ഏത് സമയത്തും വെക്കാലോ അല്ലേ? കൂർക്ക വെക്കുമ്പോൾ അത് കൂർക്ക നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതൊരു വളരെ സീസണലായിട്ടുള്ള ഒരു ക്രോപ്പാണ് കൂർക്ക. അത് നമ്മൾ നടുന്നതെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസം മാത്രമേ നടാവൂ. അത് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അതിൽ ഏറ്റവും പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിലെ 2ാമത്തെ ഫോർട്ട്നൈറ്റ്, 2ാമത്തെ ആഴ്ച. ആ സമയത്ത് വെച്ചാൽ മാത്രമേ ഇതിനകത്ത് കിഴങ്ങുണ്ടാവത്തുള്ളൂ. ബാക്കി സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് 2 സീസൺ ഉണ്ട്. ആ സീസണിൽ മാത്രമേ നമ്മൾ പ്ലാന്റ് ചെയ്യാവൂ. ഇപ്പൊ പിന്നെ അതുപോലെ മധുരക്കിഴങ്ങ് ഞാൻ ഇവിടെ ഒരുപാട് കൃഷി ചെയ്ത് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ. അത് കർണാടകയിൽ ഒത്തിരി കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് മധുരക്കിഴങ്ങ് കർണാടകയില്. അപ്പൊ അതും ചെയ്യാലോ അല്ലേ? അതും ചെയ്യാം. അത് ഗ്രോ ബാഗിനകത്ത് നല്ലതായിട്ട് വരും. ഓക്കെ മാഡം. ഓക്കെ ഓക്കെ, സിന്ധു വിളിച്ചതിന് നന്ദി. മാഡം നമുക്ക് തിരിച്ച് ചർച്ചയിലേക്ക് വരാം. നമുക്ക് ഇപ്പോൾ കേരളത്തിലെന്നുള്ളതല്ല, ഇന്ത്യയിലെന്നുള്ളതല്ല, ആഗോളതലത്തിൽ തന്നെ വളരെ പ്രശ്നമായിട്ടുള്ളൊരു സംഗതിയാണ് കാലാവസ്ഥാ വ്യതിയാനവും അത് വെച്ചിട്ട് ഉള്ള പ്രശ്നങ്ങളും ഒക്കെ. അത് രോഗകീടങ്ങളുടെ ആക്രമണം കൂട്ടുന്നു, അതുപോലെ തന്നെ താപീകരണം കൂട്ടുമ്പോൾ പ്രകൃതിയിൽ വരുന്ന ദുരന്തങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഇവിടെ ഈ മാഡത്തിൻ്റെ റിസർച്ച് പേപ്പറിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വ്യക്തം? അത് ആശ പറഞ്ഞ വളരെ കറക്റ്റായിട്ടുള്ള കാര്യം. കാരണം ആഗോള താപനം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹരിത വാതകങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പം ഈ മരച്ചീനി കൃഷി ചെയ്യുന്നത് വഴി അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടുതൽ അളവിൽ മരച്ചീനിക്ക് വലിച്ചെടുക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ വഴിയാണല്ലോ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഇലകളത് ആഗിരണം ചെയ്ത് അത് ഇലയായിട്ട് മാറി, അതായത് ഇലയിലെ കാർബണായിട്ട് മാറി അത് കിഴങ്ങായിട്ട് മാറുന്നു. അതാണല്ലോ നമ്മുടെ കൺസെപ്റ്റ്. അപ്പം ഈ മരച്ചീനിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വളരെ അങ്ങ് താപനില കൂടുമ്പോൾ, അതായത് വരൾച്ച കൂടുമ്പോഴത്തേന് ഇല കൊഴിയും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ആ ട്രാൻസ്പിറേഷൻ, ഇലയെന്നുള്ള വെള്ളത്തിൻ്റെ അംശം കുറയ്ക്കാൻ വേണ്ടി ട്രാൻസ്പയർ ചെയ്തു പോകുന്നത്. അപ്പം ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഇലയുടെ കാർബണായിട്ട് മാറിയിട്ട് ആ ഇലകൾ കൊഴിഞ്ഞാണ് മണ്ണിൽ വീഴുന്നത് ആണല്ലോ. അപ്പം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് മണ്ണിലേക്ക് അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുകയും ചെയ്യുന്നത്. അത് ഏറ്റവും അപ്പം നമ്മുടെ കണക്കെന്ന് പറഞ്ഞാൽ 1 ഹെക്ടറിലുള്ള മരച്ചീനിക്ക് 3 ടൺ, അതായത് 3000 കിലോ വരെ ഇല ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്ന്. അപ്പോൾ അത്രത്തോളം കാർബണാണ് മണ്ണിലോട്ട്. അപ്പം ഞാനിതിന് തന്നെ ഒരു 10 വർഷത്തെ ഡേറ്റ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എത്രമാത്രം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് മരച്ചീനി കൃഷി ചെയ്യുന്നത് വഴി കുറയ്ക്കാമെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആശ പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, കാരണം ബാക്കിയുള്ള വിളകളെല്ലാം ഒത്തിരി വെള്ളം ആവശ്യമുള്ളത്. അപ്പം മരച്ചീനിയിലെ ഏത് കിഴങ്ങുവർഗ്ഗങ്ങളായാലും നമ്മൾ നട്ടുകൊടുത്ത് 2 മാസം വരെയുള്ള പരിചരണ മുറകളൊക്കെ മതി. അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കേണ്ടത്. അപ്പം ഉണക്കായാലും വരൾച്ചയായാലും അത് വരും. എന്തെങ്കിലും കുറച്ച് വിളയെങ്കിലും നമുക്ക് അതിൽ നിന്നുള്ള തിരിച്ച് ചർച്ചയിലേക്ക് എത്താം. മാഡം ഹലോ, കോൾ ഉണ്ട്. ഹലോ. ഹലോ, പേര്? റോസ്മേരി.
റോസ്മേരി എവിടെന്നാ വിളിക്കുന്നേ? കാക്കനാടെന്ന്. ചോദിക്കാം. കൊച്ചി. കൊച്ചി കാക്കന. റോസ്മേരി ചോദിക്കാം സ്വാഗതം. റോസ്മേരി. മാഡം, പറഞ്ഞോളൂ. ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അടതാപ്പ് ഇപ്പൊ എവിടെയെങ്കിലും കിട്ടുവോ? വിത്ത്? അതിനെക്കുറിച്ച് എനിക്ക് അത്ര. ഉരുളക്കിഴങ്ങ് നമ്മുടെ ഒന്നാമതൊരു ഗവേഷണ ക്രോപ്പ് അല്ല റോസ്മേരി. ഉരുളക്കിഴങ്ങല്ല. അടതാപ്പെന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അടതാപ്പ് തൂങ്ങി തൂങ്ങി കിടക്കുന്നതാണ് ഈ കാച്ചില് പോലെ. കാച്ചിലിന്റെ കാച്ചില്. അപ്പൊ ഈ കാച്ചിലിൽ തന്നെ അതുപോലെ കിടക്കുന്നതാണ് അതിന്റെ വിത്ത്. അത് എനിക്ക് തോന്നുന്ന റോസ്മേരി പറയുന്ന കേട്ടിട്ട് എനിക്ക് തോന്നുന്നു കാച്ചിലിനകത്ത് തന്നെ ഒരു ബൾബിലുണ്ടല്ലോ ചെറിയ ചെറിയ, അതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് അത്ര തീർച്ചയില്ല. ഏരിയൽ, അത് കാച്ചിലിന്റെ ഏരിയൽ ട്യൂബേഴ്സ് അതാണോ? അതിന്റെ പേര് അടതാപ്പെന്ന് ഞാൻ കേട്ടിട്ടുമില്ല. എനിക്ക് അതിനെ ഞാനത് കൂടുതലായിട്ട് അന്വേഷിക്കാം റോസ്മേരി. എന്നിട്ട് ഞാൻ എന്തുവാന്നുള്ള റോസ്മേരിക്ക് എന്റെ നമ്പർ വെച്ചിട്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിന്റെ അവസാനത്തില് സൂസൻ മാഡത്തിന്റെ നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും മാഡം ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയതിന് ശേഷം അതിന്റെ കൂടുതൽ വിവരങ്ങൾ തരുന്നതായിരിക്കും. ഹലോ മാഡം, പിന്നെ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കൃഷിഭവനിലാണെങ്കിലും വരുമ്പോൾ ഒരുപാട് കർഷകർ നമ്മളടുത്ത് വന്നിട്ട് രോഗങ്ങൾ കീടങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫീൽഡിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കുറേ രോഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. പലപ്പോഴും ഈ കൂട്ടായ്മയാണെന്ന് നമ്മൾ സംശയിക്കുന്ന പലതും നമ്മുടെ മണ്ണിലുള്ള പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ സമയമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കിഴങ്ങുവർഗ്ഗ വിളകളുടെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. മറ്റു വിളകളെപ്പോലെ ഒരുപാട് പരിചരണ മുറകളൊന്നും വേണ്ട. നമുക്ക് കേരളത്തിൽ തരിശായി കിടക്കുന്ന കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും കിഴങ്ങുവർഗ്ഗ വിളകളുടെ വ്യാപനം നടത്തി നമുക്ക് തീർച്ചയായും ഇതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ബാക്കി നിർത്തിയിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് വളരെ ഖേദത്തോടു കൂടി പറയുന്നു. വിലാസം അതിഥിയുടേത് നമ്മുടെ പ്രേക്ഷകർക്കായി വായിക്കുകയാണ്. ഡോക്ടർ സൂസൻ ജോൺ കെ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, CTCRI ശ്രീകാര്യം, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9463242298. അപ്പോൾ നമ്മുടെ ഈ ഒരു തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സൂസൻ മാഡത്തിന് പ്രേക്ഷകരുടെ പേരിലും കൃഷിദർശൻ പേരിലൂടെ നന്ദി അറിയിച്ചോളും.